ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് CM കിഡ്സ് സ്കോളർഷിപ്പ് LP എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നാൽ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചിറകുള്ള ബസ് എന്ന കവിതയുടെ രചയിതാവാര്? ചെറുശ്ശേരി, സുഗതകുമാരി, വിഷ്ണു പ്രസാദ്, അക്കിത്തം. ആൻസർ ഓപ്ഷൻ സി, വിഷ്ണു പ്രസാദ്. തളിർ കൈകൾ പിരിച്ചെഴുതുക. എങ്ങനെയാണ്? ഓപ്ഷൻ എ ആണ് തളിർ പ്ലസ് കൈകൾ. വിനോദയാത്ര എന്നാൽ വിനോദമുള്ള യാത്ര, വിനോദിൻ്റെ യാത്ര, വിനോദത്തിനായുള്ള യാത്ര, വിനോദം കൊണ്ടുള്ള യാത്ര. ആൻസർ ഓപ്ഷൻ സി, വിനോദത്തിനായുള്ള യാത്ര. ചിറകുള്ള ബസ് എന്ന പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ബസ്സിന് ചിറകുകളുണ്ട്, ബസ്സിൽ നിന്നും കുട്ടികൾ കൈ പുറത്തേക്കിട്ട് വീശുന്നു, ബസ് വേഗത്തിൽ പോകുന്നു, ബസ്സിനകത്ത് പക്ഷികൾ ചിറകടിച്ച് പറക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി, ബസ്സിൽ നിന്നും കുട്ടികൾ കൈ പുറത്തേക്കിട്ട് വീശുന്നു. ചിറക് എന്നതിൻ്റെ സമാന പദം അല്ലാത്തതേത്? പക്ഷം, പത്രം, തൂവൽ, പദത്രം. ആൻസർ ഓപ്ഷൻ സി ആണ് തൂവൽ. ചില്ലക്ഷരത്തിൽ പെടാത്തത് ഏത്? ഏതൊക്കെയാണ് ചില്ലക്ഷരങ്ങൾ? ഇൻ, ഇൾ, ഇൺ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഋ. പ്രകൃതിയിലെ ജീവികളുടെ വൈവിധ്യത്തെ പറയുന്ന പേരെന്ത്? ആവാസം, ആവാസ വ്യവസ്ഥ, ജൈവ വൈവിധ്യം, പ്രകൃതി സൗന്ദര്യം. ആൻസർ ഓപ്ഷൻ സി, ജൈവ വൈവിധ്യം. ആവാസ വ്യവസ്ഥകളുടെ നാശത്തിന് കാരണമാകുന്ന മനുഷ്യൻ്റെ ഇടപെടലുകളിൽ ഉൾപ്പെടാത്തത് ഏത്? കുന്നിടിക്കൽ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്, കീടനാശിനികളുടെ അമിത ഉപയോഗം, പുഴയിൽ മാലിന്യം വലിച്ചെറിയുന്നത്. ആൻസർ ഓപ്ഷൻ ബി, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത്. നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് ഒരു പ്രധാന കാരണം മരങ്ങൾ നടുന്നത്, വാഹനങ്ങളിൽ നിന്നുള്ള പുക, മഴ പെയ്യുന്നത്, കടൽക്കാറ്റ്. ആൻസർ ഓപ്ഷൻ ബി, വാഹനങ്ങളിൽ നിന്നുള്ള പുക. ജൈവ വൈവിധ്യം എന്താണ്? ഒരേ സ്ഥലത്ത് വളരുന്ന സസ്യങ്ങൾ മാത്രം, പ്രകൃതിയിലെ ജീവിവർഗങ്ങളുടെ വൈവിധ്യം, ജീവനില്ലാത്ത വസ്തുക്കൾ മാത്രം, മനുഷ്യനിർമ്മിത കെട്ടിടങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി, പ്രകൃതിയിലെ ജീവിവർഗങ്ങളുടെ വൈവിധ്യം. ശരീരത്തിൽ വായു അറകളുള്ള സസ്യം ഏതാണ്? കള്ളിമുൾച്ചെടി, ആമ്പൽ, തെങ്ങ്, മാവ്. ആൻസർ ഓപ്ഷൻ ബി, ആമ്പൽ. മത്സ്യത്തിന് ജലത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്ന ശരീരഭാഗം ഏത്? ചിറകുകൾ, ശകുലങ്ങൾ, വാൽ, ചെതുമ്പൽ. ആൻസർ ഓപ്ഷൻ ബി, ശകുലങ്ങൾ. ഒരു ചതുരക്കട്ടയുടെ വക്കുകളുടെ എണ്ണം എത്ര? 8, 10, 12, 16. ആൻസർ ഓപ്ഷൻ സി, 12. ജാമിതീയ രൂപങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ചതുരത്തിന് 4 വശങ്ങളുണ്ട്, വൃത്തത്തിന് മൂലകളില്ല, ത്രികോണത്തിന് 4 മൂലകളുണ്ട്, സമചതുരത്തിന് 4 തുല്യ വശങ്ങളുണ്ട്. ആൻസർ ഓപ്ഷൻ സി, ത്രികോണത്തിന് 4 മൂലകളുണ്ട്. 16 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നൂൽ കൊണ്ട് ഒരു സമചതുരം ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര? 2 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 16 സെൻറ്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി, 4 സെൻറ്റിമീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ചോദ്യം, ടാൻഗ്രാമിനെ കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. 1. ഒരു ടാൻഗ്രാം സെറ്റിൽ 5 ത്രികോണങ്ങൾ ഉണ്ട്. 2. ടാൻഗ്രാമിൽ വൃത്തങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശരിയായ പ്രസ്താവന ഏതാണ്? ഒരു ടാൻഗ്രാം സെറ്റിൽ 5 ത്രികോണങ്ങൾ ഉണ്ട്, അത് ശരിയാണ്. 2. ടാൻഗ്രാമിൽ വൃത്തങ്ങൾ അടങ്ങിയിരിക്കുന്നു, അത് തെറ്റാണ്. ടാൻഗ്രാമിൽ വൃത്തങ്ങൾ ഉണ്ടായിരിക്കില്ല. നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1 ശരി, 2 തെറ്റ്. ഒരു പെട്ടിയുടെ മുഖങ്ങൾ ആകെ എത്രയാണ്? 6, 12, 4, 8. ഒരു പെട്ടിയുടെ മുഖങ്ങൾ ആകെ എത്രയാണ്? ഓപ്ഷൻ എ ആണ്, 6 മുഖങ്ങളാണ് ഉണ്ടായിരിക്കുക.
8 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവെത്ര? 8 സെൻറ്റിമീറ്റർ വശമുള്ള ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവെത്ര? 10 സെൻറ്റിമീറ്റർ, 24 സെൻറ്റിമീറ്റർ, 32 സെൻറ്റിമീറ്റർ, 40 സെൻറ്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ സി 32 സെൻറ്റിമീറ്റർ. അടുത്തത് പൊതുവിജ്ഞാനം ചോദ്യങ്ങളാണ്. ബാല്യകാല സഖി ആരുടെ കൃതിയാണ്? വൈക്കം മുഹമ്മദ് ബഷീർ, MT വാസുദേവൻ നായർ, ബെന്യാമിൻ, SK പൊറ്റക്കാട്. ആൻസർ ഓപ്ഷൻ എ വൈക്കം മുഹമ്മദ് ബഷീർ. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് ജില്ലയിലാണ്? കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ. ആൻസർ ഓപ്ഷൻ ബി മലപ്പുറം. ഒരു ഫുട്ബോൾ കളിയുടെ സമയദൈർഘ്യം എത്രയാണ്? 1 മണിക്കൂർ, 2 മണിക്കൂർ, 1 മണിക്കൂർ 30 മിനിറ്റ്, 1 മണിക്കൂർ 45 മിനിറ്റ്. ആൻസർ ഓപ്ഷൻ സി 1 മണിക്കൂർ 30 മിനിറ്റ്. കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരള കലാമണ്ഡലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ തൃശൂർ. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെ കലാരൂപമാണ്? ആൻസർ തമിഴ്നാട്. ഇന്ത്യയുടെ രാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ രാഷ്ട്രപതി ആരാണ്? ആൻസർ ദ്രൗപദി മുർമു. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏത്? കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല ഏത്? ആലപ്പുഴ. തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ മലപ്പുറം ജില്ലയിലെ തിരൂരിൽ. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ആൻസർ ശ്രീനാരായണ ഗുരു. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ തൃശ്ശൂർ ജില്ലയിലെ പീച്ചി. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു. കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? കേരള ഗ്രന്ഥശാല സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ PN പണിക്കർ. ആദ്യമായി ശരിയുത്തരം കമൻറ്റ് ചെയ്തത് ഷാദിൻ, സഫമോൾ എന്നീ കുട്ടികളാണ്. എല്ലാവർക്കും ശരിയുത്തരം കമൻറ്റ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. കേരള സർക്കാർ മികച്ച കേര കർഷകന് നൽകുന്ന അവാർഡ് ഏതാണ്? ആൻസർ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.